നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. പ്രവേശനത്തിൽ ആശ്വാസം. +1 പ്രവേശന തീയതി നീട്ടി നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തള്ളി ഹൈക്കോടതി. CBSE ഫലം വന്ന് 3 ദിവസം കൂടി പ്രവേശനം അനുവദിക്കണമെന്ന് നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പിടിവാശി പാടില്ലെന്നും ഹൈക്കോടതി. അതേസമയം CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കുമെന്ന് സൂചന. മോഡറേഷൻ അനുവദിക്കണമെന്ന ഡൽഹി ഹൈക്കോടതി വിധി അംഗീകരിച്ചുള്ള ഫലപ്രഖ്യാപനമാകും നടക്കുകയെന്ന് CBSE. +1 ഫലം ജൂൺ ആദ്യവാരം ഉണ്ടാകുമെന്നും വിശദീകരണം. മദ്യവില ഉയരും. സംസ്ഥാനത്ത് അടുത്ത മാസം 1 മുതൽ മദ്യത്തിന് വില കൂടും. സർക്കാർ തീരുമാനം ബിവറേജസ് കോർപ്പറേഷനിലെ പ്രതിസന്ധി കണക്കിലെടുത്ത്. ഏപ്രിൽ മാസത്തിലുണ്ടായത് 100 കോടിയുടെ നഷ്ടമെന്ന വിശദീകരണം. തീരുമാനം നടപ്പിൽ വരുന്നതോടെ ഓരോ ബ്രാൻഡിനും ഉയരുന്നത് 40 മുതൽ 100 രൂപ വരെ. വെയർഹൌസുകളിൽ കണക്കെടുപ്പ് പൂർത്തിയാക്കാനും നിർദ്ദേശം. കടന്നുകയറ്റം അടുക്കളയിലേക്ക്. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് രാജ്യവ്യാപകമായി നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തിന് പുറത്തേക്ക് കന്നുകാലികളെ വിൽക്കരുതെന്ന് നിർദ്ദേശിക്കുന്ന ഉത്തരവിൽ കന്നുകാലികളെ ബലി കൊടുക്കുന്നതിനും നിരോധനം. കന്നുകാലികളെ വാങ്ങുന്നവർ 6 മാസത്തേക്ക് വിൽക്കരുതെന്നും ഉപയോഗം കൃഷി ആവശ്യത്തിന് മാത്രമെന്നും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം. കന്നുകാലി മാർക്കറ്റുകൾ അന്താരാഷ്ട്ര അതിർത്തികളിൽ നിന്ന് 50 കിലോമീറ്ററും സംസ്ഥാന അതിർത്തിയിൽ നിന്ന് 25 കിലോമീറ്ററും അകലത്തിലായിരിക്കണം. കാലിച്ചന്തകൾ പ്രവർത്തിക്കുന്നതിന് മജിസ്ട്രേറ്റ് അധ്യക്ഷനും അംഗീകൃത മൃഗക്ഷേമ ഗ്രൂപ്പുകളുടെ 2 അംഗങ്ങളും അടങ്ങുന്ന കമ്മിറ്റിയുടെ അനുമതി നിർബന്ധം. അതേസമയം വിവാദ ഉത്തരവിൽ കടുത്ത എതിർപ്പറിയിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. കേന്ദ്ര നടപടി സംസ്ഥാന അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമെന്ന് മന്ത്രി VS സുനിൽകുമാർ. ഉത്തരവ് അംഗീകരിക്കില്ലെന്നും നഗ്നമായ ഭരണഘടനാ ലംഘനം ചോദ്യം ചെയ്യുമെന്നും മന്ത്രി K രാജു. എന്നാൽ ഉത്തരവ് സ്വാഗതാർഹമെന്ന് സംസ്ഥാന BJP നേതൃത്വം. പിറന്നാൾ പ്രൗഢിയിൽ താമര. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡോള സാദിയ പാലം രാജ്യത്തിന് സമർപ്പിച്ച് മോദി സർക്കാരിന്റെ 3ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. അസമിൽ ചൈനീസ് അതിർത്തിയോട് ചേർന്ന് നിർമ്മിച്ച 9.15 കിലോമീറ്റർ നീളമുള്ള പാലം സുരക്ഷാ ഭീഷണി മറികടക്കാൻ സഹായിക്കുമെന്ന് വിലയിരുത്തൽ. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ പരിപാടികൾ. ഇന്നു മുതൽ ജൂൺ 15 വരെ നീളുന്ന മോദി ഫെസ്റ്റിൽ 900 നഗരങ്ങളിൽ BJP പ്രചാരണ പരിപാടികൾ. കേരളം, ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ പ്രത്യേക റാലികൾ നടത്താനും തീരുമാനം. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കാനായതും സാമ്പത്തിക വളർച്ചാ നിരക്കിൽ സ്ഥിരത നിലനിർത്താനായതും സർക്കാരിന്റെ നേട്ടം. കേന്ദ്രത്തിന് തലവേദനയായി കശ്മീർ പ്രശ്നവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലെ കാലതാമസവും. മോദി സർക്കാർ കഴിഞ്ഞ 3 വർഷത്തിനിടെ കാഴ്ചവെച്ചത് 70 വർഷം രാജ്യത്തിന് കൈവരിക്കാനാകാത്ത നേട്ടമെന്ന വിലയിരുത്തലിൽ BJP. സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണവും കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനായില്ല. നോട്ട് അസാധുവാക്കലിനും പാകിസ്ഥാനിൽ നടത്തിയ മിന്നലാക്രമണത്തിനും സർക്കാരിന് ലഭിച്ചത് വലിയ ജനപിന്തുണയെന്നും നേതാക്കൾ. സൗമ്യരാകണമെന്ന് പിണറായി. ജനങ്ങളോട് സൗമ്യമായി പെരുമാറാനും അഴിമതിയെ തുരത്താനും സർക്കാർ ജീവനക്കാർ സ്വയം നവീകരണത്തിന് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി. ഓഫീസുകളിൽ എത്തുന്ന ജനങ്ങളോട് മാന്യമായി പെരുമാറണം. പാവപ്പെട്ടവർ വരുമ്പോൾ മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കണമെന്നും സഹായകരമായ നിലപാട് സ്വീകരിക്കണമെന്നും പിണറായി വിജയൻ. നിർദ്ദേശം കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.